എല്ലാവർക്കും വലിയ നമസ്കാരം. ഇവിടെ മീവിത് പുലികൾ, ഇവിടെ ശരിക്കുള്ള പുലികളാണ് ഇവിടെ ഇരിക്കുന്നത്. ഞാനൊരിക്കൽ ഇങ്ങനെ ഒരു കമ്പോസിങ്ങിന്റെ സമയത്ത് ഒരു ഡയറക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ ഒരു പുള്ളുവൻ പാട്ടിന്റെ മൂഡിലൊരു സോങ് വേണമെന്ന് പറഞ്ഞപ്പോൾ ശരി യൂട്യൂബിൽ കയറി പുള്ളുവൻ പാട്ടിന്റെ കുറച്ച് റെഫറൻസ് എടുത്ത് ഇങ്ങനെ നോക്കുക. അപ്പൊ ഞാൻ കൂടുതലും വയസ്സായിട്ടുള്ള ആളുകൾ ഇങ്ങനെ പുള്ളുവൻ പാട്ട് പാടുന്നത് കേട്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ അറിയാതെ ഇവരുടെ ആ ഒരു വീഡിയോ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ കുട്ടികളെല്ലാവരും വളരെ യങ് ആയിട്ടുള്ള കുട്ടികൾ പുള്ളുവൻ പാട്ട് പാടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രത്യേക രീതിയിലുള്ളൊരു അനുഭൂതിയായിരുന്നു. അത്ര നല്ലൊരു അങ്ങനെ ഒരു റെൻഡറിങ്ങിൽ ഇതുവരെ നമ്മൾ ആരും കേട്ടിട്ടില്ല. അതാണ് എനിക്ക് ഇത് അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത്. സാധാരണ നമ്മളിതെല്ലാം ഈ പുള്ളുവൻ പാട്ട് എന്ന് പറയുമ്പോൾ എല്ലാം ഇങ്ങനെ ഭയങ്കര ഓൾഡ് വോയിസ് എന്നൊരു ടോണിലൊരു വോയിസ് ഒക്കെയാണ് നമ്മൾ കേൾക്കാറ്. അപ്പൊ വളരെ സ്വീറ്റ് ആയിട്ടുള്ള വോയിസ് ഉള്ളവര് പുള്ളുവൻ പാട്ട് പാടി കേട്ടിട്ടില്ല. അപ്പൊ ഒരു നെക്സ്റ്റ് ജെൻ പുള്ളുവൻ പാട്ടായിട്ട് എനിക്കിങ്ങനെ തോന്നി. അപ്പൊ ഒരു ന്യൂ ജെൻ പുള്ളുവൻ പാട്ട്. സോ അതിന് നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾ ഇന്നും ഈ ഒരു കാലഘട്ടത്തിലും നമ്മുടെ ആ പഴയ ആ ഒരു കലയെ വീണ്ടും അത് പരിപോഷിച്ചുകൊണ്ട് കൊണ്ടുനടക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞാനൊക്കെ വിചാരിച്ചിരുന്നത് ഇങ്ങനെയുള്ള കലകളൊക്കെ കാലഹരണപ്പെട്ടു പോയെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സമയത്താണ് നിങ്ങളിപ്പോഴുള്ള ഒരുപാട് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള കുട്ടികൾ ഇങ്ങനൊരു സംരംഭം, അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റൊക്കെ ഫസ്റ്റ് പോയവരാണ് അല്ലേ, ഫസ്റ്റ് വന്നവരാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ അന്വേഷിച്ചു. അപ്പൊ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടുള്ളൂ. ആ വീഡിയോ കണ്ട സ്ഥിതിക്ക് ഇവരെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു അവസരത്തിൽ എന്റെ ഫ്രണ്ടായിട്ടുള്ള ഇർഷാദ് എന്റെ യൂട്യൂബ് ചാനൽ ഡീൽ ചെയ്യുന്നവരൊക്കെ ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ഫേസ്ബുക്കിൽ ഇങ്ങനെ ഒരു ആഡ് കൊടുക്കാം, ലൈക്ക് ഈ വീഡിയോ കാണുന്നവരാരെങ്കിലും ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു പാട്ട് നമുക്ക് പുള്ളുവൻ സ്റ്റൈലില് പുള്ളുവൻ പാട്ടായിട്ട് പാടാനായിട്ടുള്ളൊരു അവസരം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ വിത്തിൻ അബൌട്ട് ഹാഫ് ആൻ അവർ തന്നെ എല്ലാരും റെസ്പോണ്ട് ചെയ്തു. പല സ്ഥലങ്ങളിൽ നിന്നായിരുന്നു വിളി വന്നത്. ആക്ച്വലി ഒന്നോ രണ്ടോ ഒരുപാട് പേരെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നിങ്ങളുടെ ഒരുപാട് സപ്പോർട്ടാണ് നിങ്ങളുടെ സ്കൂളിന്. പിന്നീട് അറിഞ്ഞത് ഒറ്റപ്പാലത്തുള്ള LSNGHSS സ്കൂളിൽ നിന്നാണ് ഈ കുട്ടികൾ എന്നുള്ളത്. അപ്പൊ അതിൽ ചിലരൊക്കെ പഠിച്ചു പോയി എന്ന് പറഞ്ഞു. അപ്പൊ ആ ടെൻഷൻ, അയ്യോ അപ്പൊ അവരൊന്നും ഇല്ലേ, ഗ്രൂപ്പിലില്ലേ, എല്ലാവരും പല വഴിക്കായി പോയി കഴിഞ്ഞാൽ പിന്നെ ആ ഒരു ഗ്രൂപ്പിന്റെ മൂഡ് കിട്ടില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചു. അപ്പൊ ഇതിനും നമ്മളെല്ലാവരും ജഗദീശനോട് വലിയൊരു നന്ദി പറയുകയാണ്. കാര്യം ഇങ്ങനെ ഒരു അവസരത്തില് ഇങ്ങനെ എവിടെയോ ഉള്ള എനിക്ക് പരിചയമില്ല ആക്ച്വലി. അപ്പൊ എന്നിലൂടെ തന്നെ നമുക്ക് പ്രേക്ഷകരെല്ലാവരും നിങ്ങളെ പരിചയപ്പെടാൻ താല്പര്യപ്പെടുന്നുണ്ടാവും. അപ്പൊ നിങ്ങളുടെ പേര് പറയാ. വാട്ട്സ് യുവർ നെയിം? അദ്വൈത പ്രദീപ്. തുളസി എൻ. കാവ്യ സുബ്രഹ്മണ്യൻ. ചന്ദന. ശാലിമ. അക്ഷയ. സാന്ദ്ര. അപ്പൊ പുള്ളുവൻ പാട്ട് എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക സ്റ്റൈലാണ് അതിന്. അതിപ്പോ എങ്ങനെയാണ് സ്റ്റൈൽ എന്ന് പറയുന്നതിനേക്കാളും നമുക്കത് കേൾക്കുകയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരു 10 minutes ഒരു പെർഫോമൻസ് ആണ് ഇനിയുള്ളത്. സോ പ്ലീസ് വാച്ച്. അഞ്ചരമണിയാകെ ശരണമിതാകെ കതിരൊരുദിക്കും മുമ്പേ മുല്ലപ്പന്തൽ ഹരിയേ ശങ്കരാശരണമെന്ന് പഠിച്ചതൊക്കെ വിളങ്ങേണം. ശ്രീമഹാഗണപതി പോ ഹരിയേ
ഇതിപ്പം ആളുകൾക്ക് അറിയാൻ വേണ്ടി പറയണം. ആക്ച്വലി എന്താണ് എന്റെ പേരെന്ന് പറയാം? ഇതിന്റെ പേര് പുള്ളുവ വീണ എന്നാണ്. ഓക്കെ. ഇതില് ഇങ്ങനെ നോട്ട്സ് വായിക്കാൻ പറ്റും. സൂതി പോലെ ഇത് ഉപയോഗിക്കുന്നു. അത് ഋതുമായിട്ട് ഉപയോഗിക്കുന്നു. അതില് കുടത്തിന് മുകളില് തോല് കെട്ടിയിട്ടുള്ളു, പശുവിന്റെ തോല്. ഓക്കെ. അപ്പൊ ഈ കാലിലിങ്ങനെ ഇത് കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണോ? ഇത് ടൈറ്റ് ചെയ്യും? എങ്ങനെ എന്റെ ടെക്നോളജി ഒന്ന് പറയാമോ? അത് ഈ കയറിങ്ങനെ വലിഞ്ഞിരിക്കണം. അത് വേണ്ടിട്ടാണ് കാലില് ഈ കയറിന്റെ മറ്റേ അറ്റം ഇതിൽ കെട്ടി വെച്ചിരിക്കണം ഉള്ളില്. ഓക്കെ. അത് വലിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് വെച്ചിരിക്കണം. ഇത് കെട്ടി ഇട്ടിരിക്കണല്ലോ ഇവിടെ. ഓക്കെ. എന്തായാലും ഭയങ്കര സന്തോഷമായി നിങ്ങളുടെ ഈ പെർഫോമൻസ് കണ്ടിട്ട്. ഇപ്പൊ ഈ നമ്മൾ ഉപയോഗിക്കുന്ന ഈ പാട്ട് ഇപ്പൊ റിലീസാവുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പൊ ഡിസ്ക്ലോസ് ചെയ്യാറായിട്ടില്ല. അപ്പൊ ഡെഫിനറ്റ്ലി ഈ വീഡിയോനനുബന്ധിച്ച് തന്നെ ഇതിന്റെ ഇപ്പൊ ഇവിടെ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് ആക്ച്വലി നിങ്ങൾക്ക് റിവീൽ ചെയ്യാൻ പറ്റരുത് ഏത് സിനിമയാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും. ആക്ച്വലി നമ്മളെ പാട്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യാന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു യജ്ഞം. എനിവേ, ഇപ്പൊ നിങ്ങളുടെ എങ്ങനെയാണ് ഈ ഒരു ഫോമാറ്റ് ഓഫ് മ്യൂസിക്കിലോട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾക്ക് പ്രചോദനം നൽകിയ ആരൊക്കെയാണ്? അതായത് അച്ഛനമ്മ വീട്ടിൽ നിന്നാണോ, അതോ നിങ്ങളുടെ സ്കൂളിലൊരു മാഷാണോ? അങ്ങനെ ആരാണ് നിങ്ങളുടെ ഗുരു? ഞങ്ങള് ഫസ്റ്റ് ഇയർ ആദ്യം പഠിക്കുമ്പോഴായിരുന്നു ഈ നാടൻ പാട്ട് എന്നുള്ള ഐറ്റത്തിന് പങ്കെടുക്കാമെന്ന് എല്ലാവരും തീരുമാനിച്ചത്. അപ്പൊ സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എല്ലാവരും കൂടെ സെലക്ഷൻ ഒക്കെ നടത്തി. അതിനുശേഷം കാറൽമണിയിലുള്ള ശ്രീജിത്ത് എന്ന് പറഞ്ഞൊരു സാറാണ് ഞങ്ങളെ വന്ന് പഠിപ്പിച്ചത്. അപ്പൊ ആദ്യം തന്നെ ഞങ്ങളുടെ ഒരു ഗേൾസ് ഓൺലി സ്കൂൾ ആയതുകൊണ്ട് എല്ലാവർക്കും പാടാൻ പറ്റുന്ന ഒരു പാട്ട് മിക്സഡ് എടുത്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ സാറാണ് പുള്ളുവൻ പാട്ട് സജസ്റ്റ് ചെയ്തത്. പിന്നെ സാർ തന്നെ ഞങ്ങളത് ലിറിക്സും മ്യൂസിക്കും എല്ലാം. സാറ് വന്നിട്ട് ബേസിക്കലി എന്താണ്, ഏത് കാറ്റഗറി മ്യൂസിക്? ഇത് തന്നെയാണോ പുള്ളിയുടെ മെയിനായിട്ട്, അതോ കർണാട്ടിക് മ്യൂസീഷ്യൻ ആണോ? സാറ് നാടൻ പാട്ട് രംഗത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗസൽ, അങ്ങനെ എല്ലാം നന്നായി പാടും. നിങ്ങൾക്ക് ബേസിക്കലി അതിനു മുമ്പ് ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടായിരുന്നു? ആക്ച്വലി ഇല്ല, മുന്നേ ഞങ്ങളിത് ആദ്യമായിട്ട് അപ്പോഴാണ് കാണുന്നത്. അതിന് മുന്നേ സർപ്പം കളങ്ങൾക്കൊക്കെ പോകുമ്പോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ. അത് നാട്ടുമ്പുറത്തുള്ളതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എളുപ്പപ്പെടും. അപ്പൊ എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ, അതായത് ഇത് നമുക്ക് മാത്രമേ, അല്ലെങ്കിൽ നമ്മളിപ്പോഴുള്ള ജനറേഷൻ മാത്രമേ ഇനി അങ്ങോട്ട് ഇത് എടുത്തുകൊണ്ട് പോകാൻ പറ്റുള്ളൂ. ഇനി ഒരു ഫ്യൂച്ചറിസ്റ്റിക് രീതിയിൽ ഇതൊരു പഠിത്തം കഴിയുന്നതിനോടുകൂടി തന്നെ ഇത് വിടാതെ ഇത് എന്നും ഈ ഒരു ഒത്തൊരുമയോടുകൂടി തന്നെ വീണ്ടും ഇതുപോലെ പ്രോഗ്രാംസ് അവതരിപ്പിക്കണം. നിങ്ങൾക്ക് ഒരുപാട് ഷോസ് കിട്ടട്ടെ. നിങ്ങൾ ഒരുപാട് ഇതിലിങ്ങനെ ഈ പാട്ടുകൾ പഠിക്കൂ. ഇതിൽ ഒരുപാട് ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, ഒരുപാട് പാട്ടുകൾ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ ഇനിയും പെർഫോം ചെയ്യണമെന്നാണ്. ആക്ച്വലി അത് വിട്ട് കളയരുത്. എന്ന് വെച്ചാൽ നമ്മളിത് കാലഹരണപ്പെട്ടുകൊണ്ടിരിക്കുകയെന്നാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളാണ് എനിക്ക് ഒരു പ്രചോദനം. നമുക്ക് എല്ലാവർക്കും ഒരു സ്വിച്ച് ഇട്ട് നമുക്കൊരു ബൾബ് കത്തി, നമുക്ക് നമ്മള് പുതിയ കുട്ടികളൊക്കെ ഇത് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ ഇനി ഇത് കണ്ടവരെല്ലാവരും ഈ ഒരു കലയെ വീണ്ടും പഠിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും ഒക്കെ ആയിട്ട് ശ്രമിക്കുക. ഇതിലും ഒരു ലൈഫ് ഉണ്ടെന്ന് കണ്ടെത്തുക. ഇതൊരു വളരെ ഡിഫറെന്റ് ആണ്. ആക്ച്വലി ഇത് എന്തിനാണ് ഇത് പാടുന്നതെന്ന് അറിയാമോ? ആക്ച്വലി ഒരു വീടുകളിലൊക്കെ പോയിട്ട് പണ്ട് ഒരു കളംപാട്ട് എന്നൊക്കെ പറയില്ല, അത് വീടിന് നന്മ വരാനായിട്ടും അവിടെ താമസിക്കുന്നവർക്കൊക്കെ ഒരു പോസിറ്റീവ് സർപ്പസാന്നിധ്യം, സർപ്പങ്ങളുടെ എല്ലാ അനുഗ്രഹവും കിട്ടാനായിട്ട് നാഗരാജന് പ്രാർത്ഥിക്കുന്നു അല്ലെ. അങ്ങനെയൊക്കെ പല പല കോൺസെപ്റ്റ്സ് ഉണ്ട് ഇതില്, കഥകളൊക്കെ ഉണ്ട് ഇതിൽ പറയുന്നതിൽ. അപ്പൊ ആ രീതിയിലെല്ലാം കൊണ്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഇതിനെ പറ്റി അറിയാന്ന് പറയുന്നത് തന്നെ. സോ അതില് നിങ്ങൾ എല്ലാവരും പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷിക്കുന്നു. ആസ് എ മ്യൂസീഷ്യൻ ഫ്രം ദ എൻറ്റയർ ഇൻഡസ്ട്രി, we respect you all. Okay, thank you so much for this great environment. Thank you. Thank you. ഞങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഇതിനെല്ലാത്തിനും താങ്ക്സ് പറയാനുള്ള ഞങ്ങളുടെ സ്കൂളിനോട് തന്നെയാണ്. LSN JSS ഒറ്റപ്പാലം, അവിടുത്തെ ഞങ്ങളുടെ പ്രിൻസിപ്പൽ സിസ്റ്റർ സുധീര, പിന്നെ എല്ലാ ടീച്ചേഴ്സും അവിടുത്തെ എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ഞങ്ങൾക്ക് 2 വർഷമായിട്ട് സ്റ്റേറ്റിലെ ഫസ്റ്റ് കിട്ടുകയാണ് നാടൻ പാട്ടിന്. അപ്പൊ 2 വർഷം ഞങ്ങൾക്ക് എല്ലാ പ്രോത്സാഹനവും സപ്പോർട്ടും. ആദ്യത്തെ വർഷം തിരുവനന്തപുരത്തായിരുന്നു, പിന്നെ ഈ വർഷം കണ്ണൂരായിരുന്നു. എല്ലാത്തിനും ഞങ്ങളെ കൊണ്ടുപോയതൊക്കെ ടീച്ചേഴ്സ് തന്നെയാണ്. അപ്പൊ ടീച്ചേഴ്സിനും സിസ്റ്റർക്കും പിന്നെ ഞങ്ങളെ എല്ലാം സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ എല്ലാവരുടെയും പാരന്റ്സിനായിട്ട് ഫസ്റ്റ് ഇത് ഞങ്ങളൊരു ഡെഡിക്കേഷനായിട്ട് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പിന്നെ സാറിനൊരു ബിഗ് താങ്ക് യു, ഞങ്ങളെ ഐഡന്റിഫൈ ചെയ്ത് ഇതുവരെ എത്തിച്ചതിന്. താങ്ക് യു സാർ. മ്യൂസിക് പുലികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രോഗ്രാം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സിൽ എഴുതുക. ഡെഫിനറ്റ്ലി ഇവരെ നിങ്ങൾ അങ്ങനെ മറക്കാതെ നമുക്ക് എന്താ പറയാ, പല പരിപാടികൾ, പല ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇവരെ വീണ്ടും വിളിക്കുക, നമുക്ക് ഒരുപാട് ഷോസ് ഒക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു കലാരൂപവും അല്ലെങ്കിൽ പുതിയ വെസ്റ്റേൺ മ്യൂസിക് ഒക്കെ ആയിട്ട് ഒരുപാട്
ഇൻകോപ്പറേറ്റ് ചെയ്ത് പുതിയ മ്യൂസിക്കുകളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന വലിയ സാധ്യതയുള്ള ഒരു മ്യൂസിക് ജോണറാണിത്. അതുകൊണ്ട് അതിന് അതിൻ്റെതായുള്ള റെസ്പെക്റ്റോട് കൂടി തന്നെ നമുക്ക് കണ്ടുകൊണ്ട് ഇന്ന് നമുക്ക് നമ്മളെ ഇന്നത്തെ മീ വിത്ത് പ്രിയ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച്.